വളരെ സുപ്രധാന വകുപ്പായ സൈനിക ക്ഷേമ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് ഇപ്പോൾ സസ്പെൻഷനിലാണ്. ബുധനാഴ്ചയാണ് ആ സൽക്കർമ്മം നടന്നത്. അടിയന്തരവും ജാഗ്രതയോടുകൂടിയതുമായ പ്രവർത്തനം നടക്കേണ്ട ഒരു വകുപ്പായതുകൊണ്ട് സത്യം പറഞ്ഞാൽ സൈനിക ക്ഷേമ വകുപ്പ് ഇപ്പോൾ അനാഥമായിരിക്കുകയാണ്. അശോകിൻ്റെ ഒഴിവിൽ ഒരാളെ പുതുതായിട്ട് അവിടെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ ഇമെയിലായും കമ്പിയായും ഒക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നുവെന്നാണ് മാപ്രകൾ പറയുന്നത്. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ തന്നെ N പ്രശാന്ത് എന്ന് പറയുന്ന വളരെ മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ എത്രയോ മാസങ്ങളായിട്ട് സസ്പെൻഷനില്ല. എത്രയായെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്ന് നമുക്ക് വലിയ തിട്ടവുമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കൊണ്ടാണ് പിണറായി സർക്കാർ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഈ സസ്പെൻഷന് ശേഷം ബി അശോക് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അത് വളരെ ഗൗരവമർഹിക്കുന്നതാണ് എന്ന് തോന്നുന്നു. പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഉന്നത ഭരണരംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, 2 അധികാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു, അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, കഴിഞ്ഞ 6 മാസമായിട്ട് കിബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ KM അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം IAS IPS ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയൻ്റെ 3ാം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി അനവരതം രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ്. അബ്രഹാം പഴയ IASകാരനാണ്. 18 വർഷം മുമ്പ് റിട്ടയർ ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം കിബിയിൽ CEO ആയിട്ട് വന്നു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. അതൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച ജോലികളാണ്. പക്ഷേ ഇപ്പോഴും ഔദ്യോഗിക പദവിയിലിരിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയനെ എന്ത് വിധേനയെങ്കിലും 3ാമത് മുഖ്യമന്ത്രിയാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ഒരു കോക്കസായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അശോക് പറയുന്നത്. ഈ കൂടെ കിടക്കുന്ന ആളിനാണല്ലോ രാപ്പനി അറിയാവുന്നത്. അദ്ദേഹം IAS അസോസിയേഷൻ്റെ ഭാരവാഹിയും കൂടാണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ IASകാർക്കിടയിൽ അല്ലെങ്കിൽ IPSകാർക്കിടയിൽ നടക്കുന്നത് എന്ന് നേരിട്ടറിവും ബോധ്യവുമുള്ളൊരു വ്യക്തിയാണ് അശോക്. അദ്ദേഹമാണ് പറയുന്നത്, ഇവർ IASകാരുടെ ജോലി അല്ലെങ്കിൽ IPSകാരുടെ ജോലിയല്ല ചെയ്തുകൊണ്ടിരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന്. എങ്ങനെയെങ്കിലും പിണറായി വിജയനെ 3ാമത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നുവെന്ന്. അവർക്ക് ചെയ്യാവുന്ന അവർ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഏരിയ സെക്രട്ടറിയുടെയോ ജില്ലാ സെക്രട്ടറിയുടെയോ ലെവലിലാണ് ഈ ഉയർന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഇതുവഴി ബി അശോക് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചു, അതുപോലെ തന്നെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു, പൊതുവേദികളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ സർക്കാരിനെ വിമർശാത്മകമായിട്ട് സമീപിച്ചു. ഇതൊക്കെയാണ് ബി അശോകിനെതിരായിട്ട് ചീഫ് സെക്രട്ടറി നൽകിയ സസ്പെൻഷൻ കത്തിൽ വിവരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ സർക്കാരിൻ്റെ അവകാശവാദങ്ങളുടെ പൊള്ളയായ വശം തുറന്നു കാണിച്ചു എന്നുള്ളത് സത്യമാണ്. അതൊരു തെറ്റാണെങ്കിൽ അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നില്ല, പ്രചാരണത്തിൻ്റെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലായിരുന്നു. ഇന്നലെ ബുധനാഴ്ച അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തി. എത്തിയ ഉടനെ ഈ പരിപാവനമായ കർമ്മം നിർവഹിച്ചു. അശോകനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവിൽ അദ്ദേഹം തുല്യം ചാർത്തി. നമ്മുടെ ചീഫ് സെക്രട്ടറി ആവട്ടെ അതിനാവശ്യമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി സസ്പെൻഷൻ ഉത്തരവ് ടൈപ്പ് ചെയ്ത് ഒരു വെള്ളിത്താലത്തിൽ കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം വന്നു, ഒപ്പിട്ടു. അതോടുകൂടി സൈനിക ക്ഷേമ വകുപ്പ് അനാഥമാവുകയും ചെയ്തു. കുറേ കാലമായിട്ട് ബി അശോക് സർക്കാരിൻ്റെ കണ്ണിലെ ഒരു കരടായിരുന്നു എന്നാണ് ഒരു മാപ്ര എഴുതി കണ്ടത്. പലരും അങ്ങനെയൊക്കെ പറയുന്നതും കേട്ടു. സത്യം പറഞ്ഞാൽ അത് ശരിയല്ല. ഒരു കരടായിരുന്നില്ല, ഒരു വലിയ കോലായിരുന്നു. ഇരട്ടച്ചങ്കനായ പിണറായി വിജയൻ്റെ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ എത്ര ഗ്യാലൻ വെള്ളമാണ് ബി അശോക് കുടിപ്പിച്ചത് എന്ന്
സമീപകാല ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് കൊടുക്കാൻ പല വഴികൾ നോക്കിയതാ. സെക്രട്ടേറിയറ്റിൽ നിന്നൊന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദൗത്യം. അതിനാണ് തദ്ദേശഭരണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിയമിച്ചത്. അതും ഈ സൈനിക ക്ഷേമ വകുപ്പ് പോലെയുള്ളൊരു സുപ്രധാനമായ ഒരു തസ്തികയാണ് കേട്ടോ. അതിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കാം എന്ന് അവരെ കരുതി. പക്ഷേ അശോക് ട്രിബ്യൂണലിൽ പോകുന്നു, അനുകൂലമായ വിധി സമ്പാദിക്കുന്നു, വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ തിരികെ വരുന്നു. അതുമാത്രമല്ല, IAS അസോസിയേഷൻ്റെ പേരിൽ 5 കേസുകളാണ് ട്രിബ്യൂണലിൽ അദ്ദേഹം നടത്തിയത്. ആ 5ലും സർക്കാർ തോറ്റു. സർക്കാർ തോറ്റു എന്ന് പറഞ്ഞാൽ അശോക് ജയിച്ചു, അല്ലെങ്കിൽ IAS അസോസിയേഷൻ ജയിച്ചു. പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയോട് ഇതൊക്കെ ചെയ്യാമോ? ഒരു സാധാരണ മുഖ്യമന്ത്രി അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം അങ്ങനെ ആർക്കെങ്കിലും മുമ്പിൽ തോറ്റു കൊടുക്കുമോ? അദ്ദേഹത്തിൻ്റെ സർക്കാർ തോൽക്കുമോ? ഇല്ലല്ലോ. അത് മനസ്സിലാക്കാതെ അശോക് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അപ്പം പിന്നെ പെറ്റതള്ള സഹിക്കുമോ? അദ്ദേഹത്തെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുമോ? 4-ാം തീയതി വോട്ടെണ്ണുകയാണ്. അതിലെ എക്സിറ്റ് പോളിൻ്റെ ഫലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ LDFന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല. അത് പിണറായി വിജയനും മന്ത്രിമാർക്കൊക്കെ അറിയാം. പല മന്ത്രിമാരും അവരുടെ സെക്രട്ടറിമാരോട് യാത്ര ചോദിച്ചു തുടങ്ങി എന്ന് വാർത്തകളുണ്ട്. ചിലർ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരോട് യാത്ര ചോദിക്കുന്നു, ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. ഒരു പുതിയ സർക്കാർ ഉടനെ അധികാരത്തിൽ വരും എന്നൊരു ധാരണയാണ് ഉള്ളത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കുന്നു. അതിന് തൊട്ടു തലേ ബുധനാഴ്ച വളരെ തിടുക്കത്തിൽ തിരക്ക് പിടിച്ച് അശോകനെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഷൻ ഓർഡർ പുറത്തു വന്ന ദിവസം വൈകിട്ട് നമ്മൾ ഈ അശോകനെ കാണുന്നത് എവിടെയാ? ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിലാണ്. അവിടെ അദ്ദേഹം ഒരു ചർച്ചയിൽ, വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിണറായി വിജയനെതിരായിട്ട് നടത്തിയ വിമർശനം അവിടെ നമ്മുടെ ജോസഫ് മാത്യുവൊക്കെ ഉണ്ട്. എത്രയോ കാലമായിട്ട് പിണറായിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ കൃത്യമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് മാത്യു. അദ്ദേഹമൊക്കെ ഇരിക്കുമ്പോൾ അശോക് നടത്തിയ വിമർശനം, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അത് നമ്മുടെ പിണറായി വിജയൻ കണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ട പ്രസ് സെക്രട്ടറിയോ അതുപോലെ മറ്റാരെങ്കിലുമോ അതിൻ്റെ വിശദാംശങ്ങൾ പിണറായിയോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സസ്പെൻഷൻ മാറ്റിയിട്ട് എങ്ങനെ ഡിസ്മിസലാക്കാമെന്ന് അദ്ദേഹം ആലോചിക്കുമായിരുന്നു. ഒരുപക്ഷെ സ്റ്റാഫിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയുടെ കാര്യം പറയാതിരുന്നത് എന്തിനാണ് കൂടുതൽ വിഷമിപ്പിക്കുന്നത്? എക്സിറ്റ് പോളിൻ്റെ ഫലമൊക്കെ അറിഞ്ഞിട്ടിരിക്കുകയാണ്, കൂടുതൽ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. എങ്കിലും എൻ്റെ അമ്മോ എന്തോ വിമർശനമായിരുന്നു. പിണറായി വിജയൻ്റെ 100 ഹോർഡിങ്ങുകൾ ഉയർത്തിയതിനെപ്പറ്റി, 10 വർഷം പവർ കട്ടില്ലാത്ത സംസ്ഥാനമെന്ന ഖ്യാതി പറഞ്ഞതിനെപ്പറ്റി, എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ പവർ മാനേജ്മെൻറ്റിലെ ഈ സർക്കാരിന് വന്ന വൻ പരാജയത്തെപ്പറ്റി, അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം ആ ചർച്ചയിൽ പറയുകയുണ്ടായി. എന്നിട്ട് ഇന്നലെ പകൽ അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ ഈ സസ്പെൻഷൻ ഉത്തരവിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. അത് ഞാനൊരു ആഭരണമായിട്ട്, അല്ലെങ്കിൽ അതൊരു അംഗീകാരമായിട്ട് കരുതുകയാണ്, ഒരു ബാഡ്ജായിട്ട് ധരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പത്രസമ്മേളനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ IAS IPS ഗൂഢസംഘത്തിൻ്റെ രഹസ്യാത്മകമായ ചില പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതിൻ്റെ തലവൻ റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കിബിയുടെ CEO ആയ ഡോക്ടർ KM അബ്രഹാം ആണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കഴിഞ്ഞ 5-10 വർഷമായിട്ട് നമ്മുടെ ഉന്നത ഭരണരംഗം ഒരു ഇരുണ്ട ലോകമായി മാറിയിരിക്കുന്നു. കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിൽ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിലുള്ള ആ സവിശേഷമായ ബന്ധം ഇല്ലാതായിരിക്കുന്നു. 2 അധികാര കേന്ദ്രങ്ങളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ ഉന്നത ഭരണരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് അശോക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ എണ്ണി വിവരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ 2 അധികാര കേന്ദ്രങ്ങളിൽ ഫലത്തിലുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി കഴിഞ്ഞാൽ 2ാമത്തെ അധികാര കേന്ദ്രമായി ഡോക്ടർ KM അബ്രഹാം മാറുന്നു എന്നാണ് അശോക് പറയുന്നത്. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരനായി കണ്ട് പെരുമാറുന്നുവെന്നും, അതുപോലെ തന്നെ സർക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏകോപനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അശോക് ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ, ശരിയാവാനാണ് സാധ്യത. കാരണം
തൊട്ടടുത്ത് നിന്ന് എല്ലാം കാണുന്ന ആളാണ് അശോക്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു UDF സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ ഉന്നത ഭരണകേന്ദ്രം വൃത്തിയാക്കുക, ശുദ്ധീകരിക്കുക എന്ന ഏറ്റവും പ്രയോറിറ്റി ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്വമാണ് മുമ്പിലുള്ളത്. ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ കിഫ്ബിയെ പറ്റി ധാരാളം പരാതികൾ വരിക. അശോക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പിണറായിയുടെ മൂന്നാം സർക്കാരിനെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി കിഫ്ബി മുടിഞ്ഞ പലിശയ്ക്കു കടം വാങ്ങിച്ച തുകയിൽ നിന്ന് 130 കോടി രൂപ പരസ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ PR വർക്കിനായിട്ട് ചെലവഴിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ഈ 2 അധികാര കേന്ദ്രങ്ങൾ കാണാം. ഒരിടത്ത് PRD അവരുടേതായ രീതിയിൽ പരസ്യങ്ങൾ നൽകുന്നു, മറുഭാഗത്ത് കിഫ്ബി അത് PRD റേറ്റ് അല്ല, അതിൽ ഉയർന്ന റേറ്റിന് പരസ്യങ്ങൾ നൽകുന്നു. 2026 130 കോടി രൂപയുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ PR വർക്കുകൾ കിഫ്ബി നടത്തുന്നു. ഇത് കടം വാങ്ങിച്ച പണമാണ്. 2021 75 കോടി രൂപയുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ PR വർക്കുകൾ നടത്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അശോക് പറയുന്നത് മാത്രമല്ല, വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്ന രേഖകളിലും ഏതാണ്ട് ഇതേ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഒരു ഭാഗമാണിതൊക്കെ. അങ്ങനെ കിഫ്ബിയെക്കുറിച്ച് ധാരാളം പരാതികൾ ഇപ്പോൾ തന്നെയുണ്ട്. അതിൻ്റെ സർവ്വസൈന്യാധിപൻ ഡോക്ടർ KM എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്താണ് കിഫ്ബിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പുതിയ സർക്കാർ വളരെ കൂലങ്കഷമായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. അതുപോലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ അശോക് പറയുന്ന സിനാരിയോയിൽ. അദ്ദേഹം ജൂൺ 30 അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുക. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് തുടരുമോ? അദ്ദേഹത്തിന് ശേഷം വരുന്നത് ആരായിരിക്കും? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷൻ നിൽക്കുക. കുറേ കാലമായിട്ട് അദ്ദേഹം സസ്പെൻഷനിലാണ്. അതുപോലെ 6 മാസമായിട്ട് പിണറായി വിജയൻ്റെ മൂന്നാം വരവിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ IAS IPS ഗൂഢസംഘത്തെ അല്ലെങ്കിൽ കോക്കസിനെ, അത് അശോകിൻ്റെ ഭാഷയാണ് കോക്കസ് എന്നുള്ളത്, അതിനെ എന്ത് ചെയ്യാനാണ് പുതിയ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? ഈ സംവിധാനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റി. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിയൊരു ശതമാനം ഊരാളുങ്കലിനാണ് കിട്ടിയത്, ഊരാളുങ്കലാണ് ചെയ്തത്. ഇപ്പോഴത്തെ കിഫ്ബിയുടെ കീഴിൽ കിപ്കോൺ എന്ന് പറയുന്ന ഒരു ഉപസംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനം വന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൽ ഇവരും കൂടെ ഉൾപ്പെട്ടപ്പോൾ, ഇവരെ കൂടെ ഉൾപ്പെടിച്ചപ്പോഴാണ് നിർമ്മാണം താമസിച്ചത്, വൈകിയത് എന്ന് അശോക് പറയുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. IAS തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരാൾ, IAS അസോസിയേഷൻ്റെ ഭാരവാഹി, എല്ലാം തൊട്ടടുത്ത് നിന്ന് കാണുന്ന ഒരു ആള്, അദ്ദേഹമാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായി ശിക്ഷാ നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ അങ്ങനെ ഒരു ശിക്ഷാ നടപടിയായിട്ട് കരുതേണ്ട കാര്യമില്ല. എങ്കിലും ഈ നടപടി അത് തോറ്റമ്പിയവൻ്റെ ഒരു പ്രതികാരമാണ്, യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഒരു പണി കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ്. ഇത് ജനങ്ങൾ റദ്ദ് ചെയ്ത ഒരു സർക്കാരിൻ്റെ നടപടിയാണ്. അത് എത്ര കാലം നിലനിൽക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. തിരിച്ചു വരാൻ സമയമെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണം, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വേണം, അത് ഗവൺമെൻറ് പഠിക്കണം, പരിഗണിക്കണം, എന്നിട്ടേ പറ്റൂ. അതെന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ നേരിടുന്നതിന് അശോകിന് കഴിവുണ്ട്. പറഞ്ഞല്ലോ, 5ഓളം കേസുകളിലെ ട്രിബ്യൂണലിൽ പോയിട്ട് അനുകൂല വിധി നേടിയ ഒരു വ്യക്തിയാണ്. ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ ഓർഡർ ഒരു അംഗീകാരമായി കരുതി ഒരു ബാഡ്ജായിട്ട് ധരിക്കുമെന്നാണ്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അശോക ഇത് അംഗീകാരവുമല്ല, ബാഡ്ജുമല്ല. ഈ സസ്പെൻഷൻ ഉത്തരവിൻ്റെ സ്ഥാനം താങ്കളുടെ വീട്ടിലെ ചവറ്റുകൊട്ടയാണ്. അല്ലാതെ അംഗീകാരവും ബാഡ്ജും എന്നൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഈ സസ്പെൻഷൻ കൊണ്ട് വലിയ ഗുണമുണ്ടായി. അതായത് ഈ EGN തൊഴുത്ത് നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രത്തിലെ ഏറ്റവും നിർണായകമായ ഭരണമേഖല, അത് മാലിന്യങ്ങളുടെ കൂമ്പാരമായിട്ട് മാറിയിരിക്കുക. ഒരു ഇരുണ്ട ലോകമാണ് അതെന്ന് ഇപ്പോൾ അശോക് പറയുമ്പോൾ, തുറന്നു പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ആ EGN തൊഴുത്ത് വൃത്തിയാക്കാനുള്ളൊരു അവസരമാണ് ഈ നടപടിയിലൂടെ കൈവന്നിരിക്കുന്നത് എന്നതാണ് വസ്തുത. പക്ഷേ
ഈ ഈജൻ തൊഴുത്ത് വൃത്തിയാക്കുക എന്ന ജോലിയും നിങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കരുത്.